എന്തുകൊണ്ട് ഞങ്ങളെ ഭരണം ഏൽപ്പിക്കരുത് കേരളത്തിൻ്റെ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഇന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഒരു എസ്സേ ആയിട്ട് നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ഈ പണിക്ക് കൊള്ളില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഇതുപോലെ വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് കോൺഗ്രസ് എന്നുള്ളത് ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. യുവമാരെ കൊണ്ട് മര്യാദയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കില്ല. ജനങ്ങളുടെ ഓർമ്മയിൽ ഈ 2 ആഴ്ച മുമ്പത്തെ സംഭവമൊക്കെ സജീവമായി നിൽക്കും. 2 ദിവസം 3 ദിവസം ഒരാഴ്ചയൊക്കെ KPCC നേതാക്കൾ ഡൽഹിയിൽ പോയി ഫ്ലൈറ്റിൽ ഇറങ്ങും, തിരിച്ച് വീണ്ടും കയറും. ഇങ്ങനെ നടന്നിട്ടും പട്ടിക വരാതിരുന്നാണ് ജനങ്ങളുടെ ഓർമ്മയിൽ വരിക. ഇതൊരു പ്രശ്നമല്ലേ? അപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അപ്പോൾ പോലും കോൺഗ്രസിന് ഉണർന്ന് പ്രവർത്തിക്കാനായില്ല എന്നുള്ളത് കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഒരു കാരണമായി മാറുകയാണ്. ഒരു ശരാശരി വോട്ടർ അങ്ങനെ ചിന്തിക്കൂ. ഇനി ചോദ്യം, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളതാണല്ലോ. ഇപ്പോൾ സുധാകരൻ മാത്രമല്ല പ്രശ്നം. സുധാകരൻ മാത്രമാണ് പ്രശ്നമെങ്കിൽ ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലെയും പട്ടിക കൊടുക്കുക. 40 മണ്ഡലങ്ങളിലെ വരാനുണ്ട്. ഹൈക്കമാൻഡിനെ വിശ്വാസമില്ല. എന്താ? പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ KPCC മുൻ പ്രസിഡന്റായിരുന്ന സുധാകരൻ്റെ അധികാര കൊതിക്ക് വേണ്ടിയിട്ട് ഇങ്ങനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പാലം വലിച്ച് 48 മണിക്കൂർ കളഞ്ഞ ഹൈക്കമാൻഡ്. എന്ത് ഹൈക്കമാൻഡ്? ലോ കമാൻഡിനും താഴെയുള്ള വേറെ എന്തോ കമാൻഡാണ്. അവർക്ക് ഒരു സീറ്റിൽ മര്യാദയ്ക്ക് നട്ടല് നിവർത്തി ഒരു കാര്യം പറയാനുള്ള ധൈര്യമില്ല. ഇനി ചെയ്യുമ്പോഴോ ചെയ്യുന്നത് മുഴുവൻ അബദ്ധമാണ്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സംസ്ഥാന തലത്തിലുള്ള ലീഡർഷിപ്പുകളെ നിയന്ത്രിച്ച് കൊളമാക്കി, തെരഞ്ഞെടുപ്പിൽ ആളുകളെ ചൂസ് ചെയ്യുന്നതിൽ കൊളമാക്കി, KPCC അവരുടെ PCCകളെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളെ തകർത്ത് തരിപ്പണമാക്കിയത് രാഹുൽ ഗാന്ധി പാർട്ടിയുടെ ബുദ്ധിയാണ്. ഇതിനോടകം പലയിടത്തും തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് രംഗത്തെ നിങ്ങൾ സ്വയമായിട്ട് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറിലും. അത് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാതെ വളരെ അപഹാസ്യരായ ജനങ്ങൾക്ക് മുമ്പിൽ ഒരു പക്ഷേ ഇത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ട് എന്ന് പറഞ്ഞ് കൈപൊക്കിയ ജനങ്ങൾക്ക് വരുമായിരിക്കും. ഞാൻ വിശ്വസിക്കില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയും അടിപൊട്ടെന്നുള്ള കാര്യത്തിന് ഒരിക്കൽ കൂടി അടിയറ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സമയത്ത് സെറ്റിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷിയില്ലായ്മയെ കാണിക്കുന്നു, നേതാക്കളുടെ ആർത്തിയെ കാണിക്കുന്നു, നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനുള്ള ശേഷിയില്ലായ്മയെ കൂടി കാണിക്കുന്നു.